സംഘടനയില്ല, തമ്മിത്തല്ല്. ഇപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് അടിയാവും. എല്ലാവരും UDF അധികാരത്തിൽ വരുന്നത് തമ്മിത്തല്ല്. ഞാൻ എഴുതി വെച്ച് തരാം, തമ്മിത്തല്ല് ഇത് നശിപ്പിക്കും. മാക്സിമം സീറ്റ് കിട്ടാൻ പോകുന്നത് 64 സീറ്റാണ്. മാക്സിമം 64 ഞാൻ പറയില്ല, അത് ഇത് മാക്സിമം. ഇത് എൻ്റെ കണക്കല്ല കേട്ടോ, ലീഗിൻ്റെ ഒരു പ്രമുഖ നേതാവ്, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞാൽ മാക്സിമം കിട്ടാൻ പോകുന്നു. ഞങ്ങളുടെ വിലയിരുത്തൽ അതാണ്. ഇപ്പം അങ്ങനെയല്ല, സാറിൻ്റെ സംസാരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ ഒരു നേട്ടം, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായ ഒരു കോർപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു നേട്ടത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ ഒരു ആത്മവിശ്വാസമാണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു? BJP അങ്ങനെ ഇപ്പം UDFന് ഭയങ്കര ആത്മവിശ്വാസമാണ്. എന്ത് പണിയെടുത്തിട്ടാണ്? ഒരു പണിയെടുക്കുക, ചുമ്മാ പിണറായി വിരുദ്ധത എന്ന ആത്മവിശ്വാസമാണ്, അല്ലാതെ പണിയെടുത്തിട്ടില്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് BJP ഭയങ്കരമായി പണിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിങ്ങളൊക്കെ എവിടെ നോക്കി അത് നിങ്ങൾ നിഷേധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണോ ഒരു ആത്മവിശ്വാസം? അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു ആത്മവിശ്വാസം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങളുടെ അടുത്ത ജോലി എന്താണെന്നറിയോ? ഞാൻ പൂഞ്ഞാറ്, എനിക്ക് ഇവിടെ ആയിരുന്നു എനിക്ക് ചാർജ്, എങ്കിൽ പോലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളെ വിളിച്ച് വരുത്തോടെ. അപ്പോൾ ഈ അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് 1200 പേർക്ക് 12 പേർക്ക് ചാർജ് ഉണ്ടായിരുന്നു. അത്രയും സ്പെസിഫിക് ആയിട്ട് ഏറ്റവും താഴെ തട്ട് മുതൽ പണിയെടുത്താണ് BJP കോർപ്പറേഷൻ പിടിച്ചത്. അത് ചുമ്മാ മറ്റേ UDF വേണമെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, പൂഞ്ഞാറ് പഞ്ചായത്ത് UDFലാണ് പഞ്ചായത്ത് കിട്ടിയത്. ഞങ്ങൾക്ക് 4 സീറ്റുണ്ട് അവിടെ. ഞങ്ങളിങ്ങനെ സീറ്റ് എത്രയാണ് കൂടുന്നു പറയുന്നതല്ല, മൊത്തത്തിൽ ഭരണം ഞങ്ങൾക്ക് പോയത് എല്ലാം കൂടെ 80 തൊട്ടിനാണ്, 12 തൊട്ട് 15 തൊട്ട് അങ്ങനെ തോറ്റ് പോയി. ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഭരണം ഞങ്ങൾക്ക് പോയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഭരണം കിട്ടിയെന്ന് കോൺഗ്രസ് മനസ്സിലായില്ല, അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് പഞ്ചായത്ത് ഭരണം കിട്ടി. കാരണം അവരത് നോക്കുന്നില്ല. അവർ ഓരോ പഞ്ചായത്ത് മെമ്പർമാർ ഓരോരുത്തർ മത്സരിക്കാൻ പോയി, അവർ മത്സരിച്ച് ജയിച്ചു എന്നല്ലാതെ ഇതിനൊരു കോർഡിനേഷൻ പോലും ഇല്ല പഞ്ചായത്തിൽ. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. സർ, ഒരു കാലത്ത് പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണി സാറിൻ്റെ പാലയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മാണി സി കാപ്പനാണ്. വൈ പാല? എന്തുകൊണ്ട് പാല തിരഞ്ഞെടുത്തു? പാലയ്ക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി ഈ കാലഘട്ടങ്ങളിലൊക്കെ. അവിടെ ഒന്നും ഈ പറയുന്ന ആരെയും കണ്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന പൂഞ്ഞാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ 4 പഞ്ചായത്ത് പാലയാണ്. മേലുകാവും, മൂന്നാലവും, തലനാടും, തലപ്പനവും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. കൂടാതെ ഞാൻ പാലായിൽ ജനിച്ച് പാലാ മരീൻ സെൻ്റർ ജനിച്ച ആളാണ്. എൻ്റെ അമ്മ വീട് പാലായിലാണ്. എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ മുഴുവൻ പാലായിലാണ് കൂടുതൽ. ഇരാറ്റുപേട്ടിൽ ബന്ധങ്ങളിൽ നിന്നുള്ള ധാരാളം ബന്ധങ്ങളുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ 10ാം ക്ലാസ് പാസ്സായത് പാലായിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അറിയാമല്ലോ, പണ്ട് മുതലേ ഇതേ സ്വഭാവം ആയതുകൊണ്ട് തന്നെ പുറകോട്ടുള്ള 3 വർഷവും മുമ്പോട്ടുള്ള 3 വർഷവും നമ്മുടെ എല്ലാ കൂട്ടുകാരാണ്. അപ്പോൾ എനിക്ക് പാലായിൽ ഇറങ്ങിയാൽ എനിക്ക് സൗഹൃദങ്ങൾക്കൊരു കുറവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.